പള്ളിക്കൂദാശ 4-ാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശു പിതാവിനെ പ്രതിഫലിപ്പിക്കുന്നു. ആയിരിക്കുന്നവൻ ഞാനാകുന്നു. അഗോചരനായ, അപരിമേയനായ, അതിതേന്ദ്രനായ ആ ദൈവം മാംസമായി നമുക്കിടയിൽ വന്നവനാണവൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആൾരൂപം. അവന്റെ പേര് യേശു. അവന്റെ പേര് യേശു. അവന്റെ ശബ്ദം യേശു. യേശുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു. അവന്റെ പ്രവൃത്തികൾ കാണുന്നവൻ പിതാവിന്റെ പ്രവൃത്തികൾ കാണുന്നു. പിതാവ് പറയുന്നത് മാത്രം അവൻ പറയുന്നു. പിതാവ് ആഗ്രഹിക്കുന്നത് മാത്രം അവൻ ആഗ്രഹിക്കുന്നു. അവർ ഒരേ സത്തയാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിന്റെ ഗോചരമായ രൂപമാണ് യേശു. ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ കാണണം. സ്പർശിക്കണമെങ്കിൽ യേശുവിനെ സ്പർശിക്കണം. ശ്രവിക്കണമെങ്കിൽ യേശുവിനെ ശ്രവിക്കണം. പ്രവർത്തനം അറിയണമെങ്കിൽ യേശുവിന്റെ പ്രവൃത്തികൾ കാണണം. ദൈവത്തിന്റെ സ്വഭാവം അറിയണമെങ്കിൽ യേശുവിന്റെ സ്വഭാവം അറിയണം. കരുണയാണ് ദൈവത്തിന്റെ സ്വഭാവം. ദൈവത്തിന് കരുണയുടെ മുഖമാണ് യേശു. കരുണയുടെ വചനങ്ങളാണ് സുവിശേഷം. പിതാവ് കരുണ കാണിക്കുന്ന പോൽ കരുണയുള്ളവരാകണമെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അപ്പോൾ നാം യേശുവിന്റെ സത്തയാകുന്നു. അഞ്ചാമത്തെ സുവിശേഷം